തലസ്ഥാനത്ത് നഗരമധ്യത്തിൽ എത്രയോ വർഷമായി ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം, അല്ലാതെ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു അപകടമുണ്ടായതല്ല. ഈ തോടും ഇതുമൂലം തോട് മൂലമല്ല, തോടിനെ തോടായി ഒഴുകാൻ സമ്മതിക്കാത്തത് കൊണ്ട് വർഷങ്ങളായ അനന്ത അടക്കമുള്ള ഒട്ടനവധി ഓപ്പറേഷൻസ് ഇവിടെ നടത്തിയിട്ടും അതൊക്കെ ഏതെങ്കിലും ഒക്കെ വൻതോക്കിൻ്റെ വീട്ടുപടിക്കൽ ചെന്ന് നിന്നതിൻ്റെ കൂടി ഫലമായിരിക്കണം ഇന്നീ കാണുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനം, ഇന്ന് നമ്മുടെ ഒരു വാർത്ത തന്നെ അതാണല്ലോ, പരസ്പരം പഴിചാരുക എന്നുള്ളതല്ലാതെ, ഇത് മാലിന്യ പ്രശ്നം വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. ഈ തോടിൻ്റെയോ അല്ലെങ്കിൽ തോട്ടിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നത് മാത്രമല്ല, മാലിന്യ നിർമ്മാർജ്ജനം, അതല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വീടുകളിൽ നിന്നുള്ള മാലിന്യം ഈ റോഡരികിൽ ഇത് ഇട്ടുന്നത് കൊണ്ടുള്ള പ്രശ്നം, അതുമൂലമുള്ള തെരുവ് നായ്ക്കൾ കൂടുന്നതുള്ള പ്രശ്നം, ഇതെല്ലാം വന്നപ്പോഴും ഒരു സമയത്ത് കണ്ടാണ് അന്നത്തെ മേയർ പറയുന്നു, പോയി ശശി തരൂരിനോട് ചോദിക്കുന്ന, ശശി തരൂരിനോട് നഗരസഭയുടെ അന്നത്തെ അധ്യക്ഷ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സംസ്കാരം മാറിയിട്ടില്ല. അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു സാധനം, ഉത്തരവാദിത്തം, നഗരപിതാവും നഗരമാതാവും നഗരസഭയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുമപ്പുറം സർക്കാർ എന്ന് പറഞ്ഞാൽ ഇത് ഒരുമിച്ച് എണ്ണയിട്ടന്ത്രം പോലെ നീങ്ങേണ്ടതാണ്. എന്തായാലും അത് ഉണ്ടായിട്ടില്ല. ഈ ഒരു അപകടം ഇനി എത്ര പ്രതീക്ഷയ്ക്ക് വകേണ്ടെന്നൊന്നും എനിക്കറിയില്ല. മണിക്കൂർ 2 ദിവസമാകുന്നതെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ജോയിയെ കണ്ടെത്തണം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായിട്ട് 45 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ജോയിയെ കണ്ടെത്തുന്നതിന് ഇപ്പോൾ നാവികസേന കൂടി സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തും. നാവികസേന അംഗങ്ങൾക്കൊപ്പം ഫയർഫോഴ്സ്, സ്കൂബ ഡൈവേഴ്സ്, NDRF അംഗങ്ങളും ഒക്കെ ഈ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ടണലിൻ്റെ പുറകുവശത്തും നിരീക്ഷണം നടത്തുമെന്നാണ് അറിയുന്നത്. നമുക്ക് നമ്മുടെ 2 റിപ്പോർട്ടർമാർ, ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടർമാർ, ക്യാമറമാൻമാർ, വീഡിയോ ജേർണലിസ്റ്റുകൾ, ഒപ്പം അവരെ സഹായിക്കാൻ അസിസ്റ്റൻറ്റുമാർ, നമ്മുടെ ഡ്രൈവർമാർ അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ 45 മണിക്കൂറും അവിടെ തുടരുകയാണ്. അവരിൽ പലർക്കും അവിടെ നിന്ന് മാറാനോ ഒരു ചായയോ വെള്ളമോ കുടിക്കാനോ പോകാൻ പറ്റാത്ത വിധം തുടർന്ന് പോകുമ്പോൾ അതിന് സഹായമായി ഓടിയെത്തിയ ഒരാളുടെ ഫോട്ടോയും പേരും ഒക്കെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വന്നിരുന്നു, അഖിലേഷിൻ്റെ.